ഞാൻ എൻ്റെ മാന്യ സഹോദരന്മാരോട് സഹോദരിമാരോട് റബീഉൽ അവ്വലിന്റെ ആമുഖം എന്ന നിലക്ക് പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് വലിയ ബഹുമാന പുരസ്സരമാകണം. കാരണം അതൊരു സാധാരണ നേതാവല്ല, ഒരു സാധാരണ വ്യക്തിത്വമല്ല, ഒരു സാധാരണ നിലക്ക് പരിഗണിക്കേണ്ട മഹാനല്ല. ഇത്ര അധികം അള്ളാഹു ബഹുമാനം കൊടുത്തൊരു വ്യക്തിത്വം, ഇത്ര അധികം അള്ളാഹു മദ്ഹ് പറഞ്ഞൊരു വ്യക്തിത്വം, ഇത്ര അധികം അള്ളാഹു സ്ഥാനം കൊടുത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠർ ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. നിലക്ക് നമ്മുടെ മനസ്സിന് നല്ല ബഹുമാനം വേണം. വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോ മുഅ്മിനീങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കാറില്ലേ? കുളിച്ചിട്ടല്ലേ പോകാറുള്ളത്? അത്തർ പൂശാറില്ലേ? തലയിൽ എണ്ണ തേക്കാറില്ലേ? മുടി ചീകാറില്ലേ? താടി വാരാറില്ലേ? നഖം വെട്ടാറില്ലേ? മറ്റു വൃത്തിക്ക് വേണ്ടിയുള്ളതൊക്കെ സ്വീകരിക്കാറില്ലേ? ഇതേ വൃത്തിയും ബഹുമാനവും മഹാന്മാരായ ആളുകൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നതിന്, ഒരു ഹദീസ് എഴുതുന്നതിന്, ഒരു ഹദീസിന്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിന് സ്വീകരിച്ചുവെങ്കിൽ സ്വഹാബിയായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ഈ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മൗലിദിന് വേണ്ടി നിങ്ങൾ കുടുംബ വീടുകളിലേക്ക് പലപ്പോഴും പോകും. സ്വലാത്ത് മജ്ലിസിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടും. സ്വലാത്ത് മജ്ലിസിന് വേണ്ടി ഒരുമിച്ച് കൂടും. ആ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്ന് പിരിയുന്നത് വരെ ഒരൊറ്റ കലാമും അവിടുന്ന് സംസാരിക്കരുതെന്ന് മാത്രമല്ല, കയ്യിലുള്ള ഫോണില്ലേ, ആ ഫോണ് നിങ്ങൾ സൈലന്റ് ആക്കി ഓഫാക്കി വെക്കണം. മനസ്സും ശ്രദ്ധയും അതിലേക്ക് പോകരുത്. ഇടക്ക് നാവ് കൊണ്ട് ദിക്റ് ചൊല്ലുന്നുണ്ട്, കൈ കൊണ്ട് മെസ്സേജ് കൈമാറുന്നുണ്ട്. വേണ്ട, നമ്മുടെ മനസ്സിൽ ബഹുമാനം കുറഞ്ഞത് കൊണ്ടാണ് അത്തരത്തിലൊരു ഏർപ്പാട് നമ്മൾ സ്വീകരിക്കുന്നത്. മൗലിദൊക്കെ പള്ളിയിൽ ഇരുന്ന് ചൊല്ലുമ്പോഴും അയാളെ കൈകൊണ്ട് അയാൾ ചിന്തിക്കുന്നത് സമയം വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് കൈകൊണ്ട് വിളിച്ച ആളോട് മെസ്സേജ് വിട്ടുകൊടുക്കാം, നാവ് കൊണ്ട് മൗലിദങ്ങ് ചൊല്ലിയേക്കാം. വേണ്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതുമ്പോ അത് കേൾക്കുമ്പോ സ്വഹാബിമാര് പാലിച്ച അച്ചടക്കം, അവര് പാലിച്ച ബഹുമാനം, ആ ബഹുമാനം നമുക്കും ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ മദ്ഹിനും മൗലിദിനും നിലവാരമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് അങ്ങനെ ചൊല്ലുമ്പോ തങ്ങളും അത് ഇരുന്ന് കേൾക്കുന്നുണ്ട്, സ്വഹാബിമാരും ഇരുന്ന് കേൾക്കുന്നുണ്ട്. ആ ഇരുന്ന് കേൾക്കുന്നത് വലിയ ബഹുമാനമാണ്. ചൊല്ലുന്നത് ഒരു വ്യക്തിയാണ്, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മാത്രമാണ് ചൊല്ലുന്നത്, വേറൊരു സ്വഹാബിയും ചൊല്ലുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാൻ പറയുന്നു. മൗലിദ് കണ്ടില്ലേ, ഹദീസ് ഓതുന്നത് ഒരാളല്ലേ. നമ്മളൊക്കെ ഒരു പക്ഷേ ഹദീസ് ഓതുന്നില്ലെങ്കിലും നമ്മളത് സാഗൂതം ശ്രവിക്കണം. പിന്നെ ചൊല്ലുന്ന മദ്ഹ് നമുക്കറിയുന്നതാണെങ്കിൽ ഏറ്റു ചൊല്ലണം, അറിയാത്തതാണെങ്കിൽ നല്ല ബഹുമാനത്തോടെ കേൾക്കണം. എല്ലാ വരികളും ഒരുപക്ഷേ ചൊല്ലാൻ കിട്ടിയില്ലെന്ന് വരില്ല. കേൾക്കുന്നതിനും ബഹുമാനമുണ്ട്, അതിനും മഹത്തായ പ്രതിഫലമുണ്ട്. എന്നിട്ട് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് അങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും എണ്ണി വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ വരിയോട് അടുത്ത് തന്നെ മഹാനവറുകൾ നേരത്തെ പറഞ്ഞില്ലേ, ഉംബീതു അന്ന റസൂലല്ലാഹി ഔഅദനി, എന്നോട് പറയപ്പെട്ടു, അന്ന റസൂലല്ലാഹി ഔഅദനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്, എന്നെ വാൺ ചെയ്തിട്ടുണ്ട് എന്ന് എന്നോട് പറയപ്പെട്ടു. ഒരിക്കലും ഇല്ല. വൽ അഫൂ ഇൻദ റസൂലില്ലാഹി മഅ്മൂലു, അല്ലാഹുവിന്റെ റസൂലിങ്കൽ മാപ്പ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. ഏറ്റവും അധികം മാപ്പ് നൽകിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും പ്രതീക്ഷിക്കാത്ത
നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായത് മാപ്പാണ്. അതേ വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ മഹത്വം പഠിപ്പിക്കുകയും അത് സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും എന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്ക് മാപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് ധാരാളം എണ്ണി പറഞ്ഞു. അവസാനം മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് പാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദ്ഹ് കേൾക്കുന്നു. ആ മദ്ഹിന്റെ ഇടയിൽ മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം നൽകുന്നു. ചെറിയ അംഗീകാരമല്ല, വലിയ അംഗീകാരം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേട്ടിട്ട് തങ്ങൾ തന്നെ അതിന് വലിയ ബഹുമാനവും അംഗീകാരവും നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ അംഗീകാരവും ബഹുമാനവും നൽകുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മൗലിദ് ഓതുന്നവർക്ക്, മദ്ഹ് ചൊല്ലുന്നവർക്ക് വലിയ ബഹുമാനവും അംഗീകാരവും നമ്മൾ കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അതേ ശൈലിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ശൈലിയാണത്. ഒരിക്കലും അതിന് യാതൊരു വ്യത്യാസവും വരുത്തേണ്ടതില്ല. അതേ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വലിയ നേതാവാണ്. അതിന് ഊരിപ്പിടിച്ച വാള് പോലെ വലിയ ശക്തിയാണ്. ഇന്ത്യൻ നിർമ്മിതമായ ഊരിപ്പിടിച്ച വാള് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാർഗത്തിൽ അതിശക്തമായി അടിയുറച്ചു നിൽക്കുന്ന നേതാവാണ് എന്ന വരിയങ്ങ് പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ശരീരം സ്പർശിച്ചൊരു പുതപ്പ് ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു സമ്മാനമായി നൽകുന്നു. മദ്ഹ് ചൊല്ലിയ ആൾക്ക് നമ്മൾ എത്ര കൊടുത്താലും അത് ചെറുതേ ആകുള്ളൂ, വലുതാകൂല. അത് ചെറുതേ ആകുള്ളൂ. ആരും നിനക്കരുത്, ഞാൻ മദ്ഹ് ചൊല്ലിയിട്ട് ഉസ്താദുമാർക്ക് എല്ലാവർക്കും കൂടി മൊത്തം കൊടുത്ത 1 ലക്ഷമായി, അത് ഭയങ്കര സംഖ്യയാണ് എന്ന് നിലക്കരുത്. ഈ കൊടുത്ത ഷാളിന് വില മതിക്കാൻ കഴിയോ? ആ മദ്ഹ് ചൊല്ലിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു ബഹുമാനമാണ്. അവിടുത്തെ ശരീരം സ്പർശിച്ച ഒരു പുതപ്പ്, ഒരു ഷാള്, എത്രമാത്രം വലിയൊരു ഷറഫുള്ളതാ കൊടുത്തത്. ആ ഷാള് കിട്ടാൻ വേണ്ടി, ആ ഒരു ബുർദ കിട്ടാൻ വേണ്ടി, പുതപ്പ് കിട്ടാൻ വേണ്ടി നിരന്തരം കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ടുണ്ട് മുആവിയത്ത് ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആ പുതപ്പ് എനിക്കും തരൂ, നിങ്ങൾക്ക് എത്ര വില വേണമെങ്കിലും ഞാൻ തരാം. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തരാൻ പറ്റൂല, അത് എനിക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. ഞാൻ അന്ന് മദ്ഹ് ചൊല്ലിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച്, സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് ബാനത്ത് സുആദ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഖസീദ അത് ചൊല്ലിയതിന് എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണിത്. ചിലർക്ക് തോന്നും റബീഉൽ അവ്വലിൽ കുട്ടികൾ പാടുന്നതിനൊക്കെ ഈ സമ്മാനം ഇത്ര വലുതാക്കി കൊടുക്കേണ്ടിയുണ്ടോ എന്ന് ചോദിക്കും ചില ആൾക്കാർ. വലിയ സമ്മാനം കൊടുക്കണം. എൻ്റെ അഭിപ്രായ പ്രകാരം നല്ല പാടുന്ന കുട്ടികൾ സാധു കുടുംബത്തിൽപ്പെട്ടാണെങ്കിൽ നല്ല സ്വർണവും വെള്ളിയൊക്കെ കൊടുക്കേണ്ടത്. ഈ 50 രൂപൻ്റെ ബക്കറ്റ് മാത്രം കൊടുത്തിട്ടൊരു കാര്യമൊന്നുമില്ല. പിന്നെ ബക്കറ്റ് പിടിച്ചു പോകുമ്പോൾ അതിൻ്റെ വലുപ്പം കൂടുതലായതുകൊണ്ട് കുട്ടീൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും, അത്യാവശ്യം വലുപ്പമുള്ള സമ്മാനം കിട്ടിയല്ലോ. അമൂല്യമായതല്ലേ കൊടുക്കേണ്ടത്. മുആവിയ റളിയല്ലാഹു അൻഹു എത്ര പ്രാവശ്യം വീട്ടിൽ വന്ന് ചോദിച്ചു കഅബ് റളിയല്ലാഹു അൻഹുവോട്, ആ പുതപ്പൊന്ന് എനിക്ക് തരുമോ? നിങ്ങൾക്ക് എത്ര ആയിരം വേണമെങ്കിലും തരാം, എത്രയാ വേണ്ടത് നിങ്ങൾ ചോദിച്ചോളൂ, ചോദിക്കുന്ന അത്രയും തരാം. അന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരിയാണ്. പക്ഷേ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു കൊടുക്കാൻ തുനിഞ്ഞില്ല.
മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടിട്ടില്ല. മഹാനവറുകൾ വഫാത്തായപ്പോ അവിടുത്തെ കുടുംബത്തെ സമീപിച്ചു. കുടുംബക്കാരോട് പറഞ്ഞു, കഅബ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമ്പോ നിരന്തരം ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ ആ പുതപ്പ് എനിക്ക് തരണം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം. ഇന്നത്തെ കണക്ക് കൂട്ടിയാ പോരട്ടോ. അന്നത്തെ 30,000 ദീനാർ കൊടുത്തു. ഒന്ന് കണക്ക് കൂട്ടിയൊക്കെ ഇന്നത്തെ ദീനാറിന്റെ വില എത്ര ഉണ്ട്? 30,000 ദീനാർ കുടുംബത്തിന് കൊടുത്തിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനമായി നൽകിയ ആ ഒരു ബുർദ, ആ ഒരു പുതപ്പ്, ആ ഷാള് മഹാനവറുകൾ കൈപ്പറ്റി. പിന്നെ വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോ അതും പുതച്ചിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതിയിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം വന്ന ഖുലഫാക്കൾ മുഴുവനും, ഭരണാധികാരികൾ മുഴുവനും ആ പുതപ്പ് പുതച്ചിട്ടായിരുന്നു വെള്ളിയാഴ്ചകളിൽ ഖുതുബ ഓതിയിരുന്നത്. ഒരു ബഹുമാനവും ഒരു സ്ഥാനവും ഒരു പരിഗണനയില്ലെങ്കിൽ അവരത് പുതക്കുവോ? വെള്ളിയാഴ്ച ഷറഫാക്കപ്പെട്ട ഖുതുബ എന്ന് പറയുന്ന ഏറ്റവും വലിയ നല്ലൊരു കർമ്മത്തിന് വേണ്ടി മിമ്പറിൽ കയറുമ്പോ അത് പുതച്ചുകൊണ്ടല്ലേ, അത് ശരീരത്തിൽ ഷാളായിട്ട് ഉപയോഗിച്ചിട്ടല്ലേ ആ ഖലീഫമാരൊക്കെ ഖുതുബ നിർവഹിച്ചത്. പിൽക്കാലത്ത് സഹോദരങ്ങളെ, അറബികളും താർത്താരികളും തമ്മിൽ വലിയ സംഘട്ടനം, പോരാട്ടം നാട്ടിലുണ്ടായി. ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയവരോട് ആസാറുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്ന കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനമായി കൊടുത്ത ഈ ഒരു ബുർദ, ഈ ഒരു പുതപ്പ്, അത് നഷ്ടപ്പെട്ടു പോയി, കാണാതെയായി പോയി. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാനത് സൂചിപ്പിച്ചത് ആമുഖമായിട്ട്, മൗലിദിൽ നല്ല അദബ് സ്വീകരിക്കണം, നല്ല ബഹുമാനം സ്വീകരിക്കണം. മദ്ഹിന്റെ സദസ്സിൽ നമ്മുടെ ഖൽബിൽ എത്ര ബഹുമാനമുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പരിഗണന. മുഅ്മിനീങ്ങളെ, ആദരിക്കേണ്ട രൂപത്തിന് നമ്മൾ ആദരിക്കണം. നിങ്ങളെ വീട്ടിലൊക്കെ മൗലിദ് ഓതുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അതിനു മുമ്പ് ഒരു കുളി കുളിക്കണം. നമ്മൾ എന്തിനാണ് മുന്നോട്ടിരിക്കാൻ വേണ്ടി പോകുന്നത്? മങ്കൂസ് മൗലിദാകട്ടെ, ഷറഫല്ലന മൗലിദാകട്ടെ, സുബ്ഹാന മൗലിദാകട്ടെ, ബർസഞ്ചി മൗലിദാകട്ടെ, മദ്ഹുകളെ കൊണ്ട് ധാരാളം അറിയപ്പെട്ട മൗലിദുകളുണ്ടല്ലോ, ഏതാകട്ടെ, ബുർഉദ്ദ സദസ്സാണെങ്കിലും നല്ലോണം ഒന്ന് കുളിച്ച്, ഒന്ന് ഉളു എടുത്ത്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, അത്തർ പൂശി, മുടിയൊക്കെ ചീകി, തലയൊക്കെ മറച്ച് നല്ല ബഹുമാനത്തോടെ ഇരിക്കണം. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിനുള്ള വലിയ വഴിയാണ്. അള്ളാഹുവിന്റെ അംഗീകാരത്തിനുള്ള വലിയ മാർഗമാണ്. സ്വഹാബിമാര് സ്വീകരിച്ചു പോന്ന മാർഗം അതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോഴേക്ക് വിറ കൊണ്ട സ്വഹാബിമാരില്ലേ, വിറച്ച് വീണവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കാനും വിശദീകരിക്കാനും ആദരവിന്റെ ആഴം കൊണ്ട് സാധിക്കാതെ പോയ മഹാന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്. അവരുടെ മനസ്സിലൊക്കെ രൂപപ്പെട്ടു വന്ന ബഹുമാനം, അവരുടെ മനസ്സിലൊക്കെ രൂപപ്പെട്ടു വന്ന മഹബത്ത്, അത് വർണ്ണിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങൾ അവിടെ മദ്ഹിന്റെ സദസ്സിൽ സംബന്ധിക്കുകയാണെങ്കിലും മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കുകയാണെങ്കിലും ഏറ്റവും പ്രധാനമായി നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയപ്പെടുന്നൊരു സ്ഥലമാണത്. അതിനനുസരിച്ചുള്ള ബഹുമാനമാണ് അവിടെ സ്വീകരിക്കേണ്ടത്. ആ ബഹുമാനത്തിന് എപ്പോഴെങ്കിലും ഒരു കുറവ് വന്നാൽ അപ്പൊ അത് ശരിയാക്കിയിട്ടേ മഹാന്മാരൊക്കെ മുന്നോട്ട് നീങ്ങാറുള്ളൂ. ആരെങ്കിലൊക്കെ സംസാരിക്കുന്നതും ശബ്ദിക്കുന്നതും വേറെ രൂപഭാവങ്ങൾ പ്രവർത്തിക്കുന്നു, ഓനും ഓന്റെ വൈക്കായിക്കോട്ടെ, നമ്മൾ നമ്മളെ വൈക്ക്, അങ്ങനെ ആകരുത്. കാരണം നമ്മൾ ആ പങ്കെടുക്കുന്ന ആ സദസ്സിൽ അതൊരു വീട്ടിൽ വെച്ച് 10 ആള് ചൊല്ലുന്നൊരു മൗലിദാണെങ്കിലും ശരി, നല്ല ബഹുമാനം പാലിക്കണം. കഴിഞ്ഞ വർഷം ഒരു വീട്ടിൽ മൗലിദിന് പോയപ്പോ ഒരാളുണ്ട് മൊബൈലോണ്ട് ഇങ്ങനെ 2 വിരലോണ്ട് ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ചൊല്ലിയത് കൊണ്ടൊരു പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ടാവൂല, നിങ്ങളെ ശ്രദ്ധ കുറവുണ്ടാവും.
അതുകൊണ്ട് പുറത്തെവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലമോ വാഹനമോ ഉണ്ടെങ്കിൽ അതിൽ പോയിരിക്കുകയാണ് നല്ലത്. എന്നാ പിന്നെ നിങ്ങളെ പണി നല്ല ഇഖ്ലാസോടെ നടക്കുമല്ലോ. മറ്റേത് ഞങ്ങൾ ചൊല്ലുന്നതുകൊണ്ടൊരു തകരാറ് വരൂലേ, അതായിരിക്കും നല്ലത്. പുറത്തു പോയിരുന്ന വാഹനത്തിൽ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളെ ഇഖ്ലാസിൽ കാര്യങ്ങൾ നിർവഹിച്ചാൽ മതി. മറ്റേതൊരു ഇടങ്ങേറല്ലേ, ഒരു പരിഗണനയില്ലാതെ എന്താണ് ഇവിടെ ചൊല്ലുന്നത്, എന്താണ് ഇവിടെ പറയുന്നത്, ആരെയാണ് ഇവിടെ പറയുന്നത്, ആരെയാണ് ഇവിടെ സ്തുതിക്കുന്നത്, ആരെ പേരാണ് ഉച്ചരിക്കുന്നത്, ആരുടെ മഹത്വമാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നിടത്ത് നമ്മുടെ മുൻഗാമികളൊക്കെ പാലിച്ച ബഹുമാനം എന്താണ്? നിങ്ങൾ നോക്ക്, മദീനയിൽ ദർസ് നടത്തിയ, നീണ്ടകാലം ദർസ് നടത്തിയ മഹാനല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവരെ ദർസിലാണ് നമ്മുടെ ഇമാം ഓതിപ്പടിച്ചത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 16 കൊല്ലം ഓതിപ്പടിച്ചത് ആ മദീനത്തെ പള്ളിയിലാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്താണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന ഭരണ ചുമതലയിലുള്ള ആളുകളിൽപ്പെട്ട അബൂ ജാഫർ എന്ന് പറയുന്ന ഗവർണർ വന്നു. ഒരു സംശയം ചോദിക്കാൻ വന്നതാണ്. പക്ഷെ ചോദിച്ചപ്പോ സൗണ്ട് കുറച്ച് അധികമായിപ്പോയി. അത് നാട്ടിലെ വലിയ മൂപ്പനല്ലേ, എന്ത് മൂപ്പൻ, ഇവിടെ ആദരവാണ്, അതാണ് വിഷയം. അത് മൂപ്പനാണെങ്കിലും ശരി, മൂപ്പനാരാണെങ്കിലും ശരി, അത് ആരാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും മന്ത്രിന്റെ മേലെ മന്ത്രിയാണെങ്കിലും ശരി, എവിടെ വെച്ചാണ് നീ ശബ്ദം ഉയർത്തുന്നത് എന്ന് ഓർക്കുന്നുണ്ടോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ ചോദ്യം അബൂ ജാഫറിനോട്, നീ എന്നോട് ചോദിക്കാൻ വന്ന സംശയത്തിന് ഇത്രമാത്രം ശബ്ദം വേണോ? എവിടെ വെച്ചാണ് ശബ്ദം ഉയർത്തുന്നത് എന്ന് ഓർമ്മയുണ്ടോ? ആരാണിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് അറിയുമോ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വെച്ചാണോ ശബ്ദം ഉയർത്തുന്നത്? ഇങ്ങനെ ശബ്ദം ഉയർത്തിയാൽ എന്താണ് ശിക്ഷ കിട്ടുന്നത് എന്നറിയുമോ? അബൂ ജാഫറിനെ പഠിപ്പിക്കുകയാണ്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദിക്കുന്നൊരു ശബ്ദമുണ്ട്, അതിന് മുകളിലായിട്ട് ശബ്ദം ഉയർത്തുന്നത് അവിടുത്തെ പള്ളിയിലും പറ്റൂല, അവിടുത്തെ ഹദ്റത്തിലും പറ്റൂല. അങ്ങനെ ശബ്ദം ഉയർത്തുമ്പോ നിങ്ങളെ അമലുകളൊക്കെ ബാത്തിലായി പോകും. നിങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരവും, നിങ്ങൾ കൊടുത്ത സ്വതക്കകളും, നിങ്ങൾ ചെയ്ത ഹജ്ജും, നിങ്ങൾ ചെയ്ത സക്കാത്തും മുഴുവനും നിഷ്ഫലമായി പോകും. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിയാതെ ഇത് മുഴുവനും നിഷ്ഫലമായി പോകും. നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി ഒരാൾ വിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് വെച്ചൊരു കൂട്ടുകാരനെ വിളിക്കും പോലെ ഉറക്കെ വിളിക്കാൻ പറ്റൂല. വലാ തജ്ഹറൂ ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅലിൻ. നിങ്ങളിൽ ചിലരോട് ഉറക്കെ വിളിക്കും പോലെ, പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കെയുള്ള ശബ്ദത്തിൽ വിളിച്ചുകൂടാ. മിതമായ ശബ്ദത്തിലേ വിളിക്കാവൂ, മിതമായ ശബ്ദത്തിലേ സലാം പറയാവൂ. അജ്ഹുദ്റത്തു ശരീഫയുടെ അടുത്ത് വെച്ച് ഇന്നും പാലിക്കേണ്ട അദബ് തന്നെയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതിക്കൊടുത്തിട്ട് അബൂ ജാഫറിനെ ഉപദേശിക്കുമ്പോ അബൂ ജാഫറിന്റെ ശബ്ദം ഓട്ടോമാറ്റിക്കായി താഴ്ന്നു പോയി. നേരത്തെ ഉച്ചത്തിൽ ചോദിച്ച ചോദ്യം എന്താണെന്നറിയുമോ? ഞാൻ ഇവിടെ സിയാറത്തിന് വന്ന് നിൽക്കുമ്പോ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിട്ട് ദ്വാർക്കണോ, അതല്ല ഖിബലയിലേക്ക് മുന്നിട്ട് ദ്വാർക്കണോ? ഈ ഒരു സംശയം ചോദിക്കാനാണ് അബൂ ജാഫർ വന്നത്. പക്ഷേ ചോദിച്ച ശബ്ദം കുറച്ചു കൂടിപ്പോയപ്പോ ആദ്യം മസ്അല പറയുന്നതിന്റെ മുമ്പ് അദബാണ് പഠിപ്പിച്ചു കൊടുത്തത്. എവിടെ വെച്ചാണ് ശബ്ദം ഉയർത്തുന്നത് എന്ന് അറിയുമോ? രാജ്യം ഭരിക്കുന്ന ആളാന്ന് എഴുതിയിട്ടെന്താ, എല്ലാവർക്കും ബാധകമാണ് അദബ്. ഇവിടെ അദബിന്റെ വിഷയത്തിൽ ഒരാളും വ്യത്യാസമല്ല, എല്ലാവരും പാലിച്ചോളണം, എല്ലാവരും പരിഗണിക്കണം. ശബ്ദം ഇങ്ങനെ താഴ്ന്ന സ്വരത്തിലായപ്പോ ഒന്നുകൂടി ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
വമദഹല്ലാഹു ഖൗമൻ, ശബ്ദം പതുക്കെയാക്കി സംസാരിച്ചൊരു വിഭാഗത്തെ അല്ലാഹു പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ പതുക്കെ സംസാരിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ ആത്മീയതയിലേക്ക്, ആത്മവിശുദ്ധിയിലേക്ക് പാകപ്പെടുത്തിയിരിക്കുന്നു. ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരെ മനസ്സിന് അല്ലാഹു തആല തഖ്വ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്തിന് തഫ്സീർ എഴുതിയില്ലേ, അദ്ഹബശ്ശഹവാതി അൻഹാ, ആ മനസ്സുകൾക്ക് പിന്നെ ഭൗതിക താല്പര്യങ്ങളില്ല, മറ്റു വികാരങ്ങളില്ല. ആ ഖൽബിന് എന്നും ആത്മീയത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ബഹുമാനം കൊണ്ടാണ് ഖൽബിന് സ്ഫുടത ലഭിക്കുന്നത്. അതുകൂടി പറഞ്ഞു കൊടുത്തു രാജാവിനോട്, ഭരണാധികാരിയോട്. ഭരണാധികാരി പിന്നെ ശബ്ദം ഉയർത്തിയിട്ടില്ല, പതുക്കെയാണ് പിന്നെ സംസാരം തുടർന്നത്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തു. വലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം യൗമൽ ഖിയാമ. രാജാവേ, ഭരണാധികാരി, നിങ്ങൾ എന്തിന് മുഖം തിരിക്കണം? എന്തിന് ഖിബിലക്ക് മുന്നിട്ട് ദ്വാർക്കണം? ആ വിശ്രമിക്കുന്ന നേതാവിനെ അറിയുമോ? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം യൗമൽ ഖിയാമ. നിങ്ങൾക്കും ആദം നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള സർവ്വ അംബിയായിനും ഖിയാമത്ത് നാളിൽ ഒറ്റ വസീലേ ഉള്ളൂ. വേറെ ഒരു മാർഗം ഖിയാമത്ത് നാളിൽ ഇല്ലല്ലോ. ഒരൊറ്റ വസീലയല്ലേ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ നൽകിയിട്ടുള്ളത്. ആ വസീല മുത്ത് നബിക്ക് ദ്വാർക്കാനല്ലേ, നമ്മൾ എപ്പോഴും കൊടുക്കാനല്ലേ നമ്മൾ ദ്വാർക്കുന്നത്. ആതിഹിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത്തൽ ആലിയാ. അത് നിങ്ങൾക്കും ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള സർവ്വ മനുഷ്യർക്കും ഇടയിലുള്ള വസീലയാണ്. ഖിയാമത്ത് നാളിൽ വേറെ വസീലയില്ല. എന്തിന് മുഖം തിരിക്കണം? നബിതങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ദ്വാർക്കണം. നബിതങ്ങളെ ഷഫീആക്കി തരാൻ വേണ്ടി പറയണം. അല്ലാഹുവിന്റെ ഹബീബിനോട്, ഹബീബിനെ നിങ്ങളെ വിഷയത്തിൽ റെക്കമെൻഡിന് വേണ്ടിയിട്ട് ഷാഫിയാക്കി തരാൻ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം എളുപ്പമാണ്. ശരിക്കങ്ങോട്ട് അതിന്റെ മുറകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നമ്മൾ ശ്രദ്ധിക്കണം, ചോദിക്കാൻ വന്ന ആള് മൂപ്പരായത് കൊണ്ട് തൽക്കാലം മൂപ്പരോട് പറയണ്ട എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചിന്തിച്ചില്ല. ആരാണെങ്കിലും ശരി, പാലിക്കേണ്ടത് പാലിച്ചോളണം, അത് അനിവാര്യമാണ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമല്ല.